ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം ഓരോ മുന്നണികൾക്കും ഏറെ പ്രതീക്ഷയുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് ആറ്റിങ്ങൽ. അതുകൊണ്ട് തന്നെ ഒരു ത്രികോണ മത്സരത്തിനുള്ള സാധ്യതയും ഏറെയാണ്. പ്രത്യേകിച്ചും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഒരുപാട് രാഷ്ട്രീയ കരുനീക്കങ്ങൾക്ക് പോലും സാധ്യതയുണ്ട് എന്നുള്ളതും അതിൻ്റെ പ്രത്യേകത തന്നെയാണ്. ഇപ്പോൾ പരിശോധിക്കാൻ പോകുന്നത് എന്തെല്ലാം ഘടകങ്ങളാണ് ഓരോ മുന്നണികളെയും ബാധിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ആർക്കെല്ലാമാണ് അവിടെ സുഗമമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്, അതേസമയം തന്നെ ആർക്കെല്ലാമാണ് അധികം വെല്ലുവിളികൾ ഉയർന്നു നിൽക്കുന്നത്, എന്തൊക്കെയാണ് ആ വെല്ലുവിളികളും സാധ്യതകളും എന്നാണ് പരിശോധിക്കുന്നത്. അതേ സാഹചര്യത്തിൽ ആദ്യം തന്നെ ആരെല്ലാമാണ് സ്ഥാനാർത്ഥികൾ എന്ന് കൂടി പരിശോധിക്കുമ്പോൾ LDFിന്റെ സ്ഥാനാർത്ഥിയായി വരുന്നത് വി ജോയ് ആണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആറ്റിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്ത് വളരെയധികം അപ്പർ ഹാൻഡ് ഉള്ള ഒരു വ്യക്തി കൂടിയാണ് വി ജോയ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ LDFിനെ സംബന്ധിച്ചിടത്തോളം വി ജോയിൽ വളരെ വലിയ ഒരു പ്രതീക്ഷയുണ്ട്. ആറ്റിങ്ങൽ തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കുമെന്ന് പറയുന്ന വലിയൊരു കോൺഫിഡൻസ് കൂടി യഥാർത്ഥത്തിൽ LDFിന് നൽകുന്നത് വി ജോയുടെ വ്യക്തിപ്രഭാവം തന്നെയാണ്. മാത്രമല്ല വി ജോയിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസ് കോട്ട തകർത്തു എന്നുള്ള ഒരു ചരിത്രം കൂടി അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല മുൻ MLA കൂടിയാണ് വി ജോയ് എന്നുള്ളതും ആ സ്ഥലത്തെ അവിടുത്തെ ജനങ്ങളെ കൃത്യമായി അടുത്തറിയാമെന്നുള്ളതും ആ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ട് എന്നുള്ളതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ സവിശേഷതകളെ അവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതേ സാഹചര്യത്തിൽ UDFിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് അടൂർ പ്രകാശാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ഇപ്പോൾ അവിടുത്തെ സിറ്റിംഗ് MP തന്നെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ പിന്നീട് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. അടൂർ പ്രകാശാണ് അവിടുത്തെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. യഥാർത്ഥത്തിൽ അവിടെ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള വ്യക്തി തന്നെയാണ്, ജനങ്ങൾക്ക് സുപരിചിതൻ കൂടിയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. മാത്രമല്ല അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങൾക്കിടയിൽ വലിയ വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് അടൂർ പ്രകാശ് എന്ന് പറയുന്ന വലിയൊരു സവിശേഷത അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ആ സവിശേഷതകളെല്ലാം തന്നെ അദ്ദേഹത്തിന് വോട്ടായി മാറാനുള്ള സാധ്യത ഏറെയാണെന്നുള്ളൊരു വിശ്വാസം യഥാർത്ഥത്തിൽ UDFിനുണ്ട്. അതുകൊണ്ട് തന്നെ ആറ്റിങ്ങൽ എന്ന് പറയുന്ന സമയത്ത് അവിടെ അടൂർ പ്രകാശ് തന്നെ വീണ്ടും വരും എന്ന് പറയുന്ന വലിയൊരു കോൺഫിഡൻസും ആത്മവിശ്വാസം എല്ലാം തന്നെ UDFിനുമുണ്ട്, അടൂർ പ്രകാശിനുമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അതേ സാഹചര്യത്തിൽ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ വരുന്നത് വി മുരളീധരനാണ്. കേന്ദ്രമന്ത്രിയാണ് എന്നുള്ളൊരു സവിശേഷത കൂടി അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 ലക്ഷത്തിൽ അധികം വോട്ടുകൾ നേടി അവിടെ ശോഭാ സുരേന്ദ്രൻ BJPക്ക് ഒരു അടിത്തറ പാകി എന്നുള്ളത് ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. ആ സാഹചര്യത്തിൽ വി മുരളീധരൻ ഇനി സഞ്ചരിക്കാനുള്ളത് വളരെ നിസ്സാര ദൂരം മാത്രമാണ് എന്നുള്ളതും സവിശേഷതയാണ്. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ വി മുരളീധരനിലുണ്ട്, അല്ലെങ്കിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലുണ്ട് എന്ന് വേണം കരുതാനായിട്ട്. ഇനി 2021 തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുന്ന സമയത്ത് അവിടെ LDFിന് വളരെ വലിയ ഒരു പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ 7 നിയോജക മണ്ഡലങ്ങളിലെല്ലാം തന്നെ വിജയം വരിച്ചിട്ടുണ്ടായിരുന്നത് LDF ആണ് എന്നുള്ളതാണ്. ആ ഒരു പ്രതീക്ഷ യഥാർത്ഥത്തിൽ LDFിനുണ്ട്. അത് ആറ്റിങ്ങൽ എന്ന് മാത്രമല്ല കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങൾ എടുക്കുകയാണെങ്കിലും LDFിനെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ LDFിന്റെ ഒരു അപ്പർ ഹാൻഡ് അത് വലിയ തരത്തിലുള്ളൊരു പ്രതീക്ഷ LDFിന് നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഘടകം എന്ന് പറയുന്നത്. അതേസമയം തന്നെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം പരിശോധിക്കുകയാണെങ്കിൽ അവിടുത്തെ നിയോജക മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് 1 വർക്കലയാണ്, 2 ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, അരുവിക്കര, കാട്ടാക്കട എന്നിങ്ങനെയാണ്. ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ LDFിന് തന്നെയാണ് ആധിപത്യം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ CPMനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. അടുത്തത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMന് നേരിടാനിരിക്കുന്ന വെല്ലുവിളികൾ എന്തെല്ലാമാണ്, CPMന്റെ സാധ്യത എത്രമാത്രമാണ് എന്നുള്ളതാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. ചില കൊലപാതകങ്ങൾ, മുൻകാല കൊലപാതകങ്ങളെല്ലാം തന്നെ കുത്തിപ്പൊക്കാനായിട്ട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ശ്രമം നടത്തുന്നുണ്ട്. അതേ സാഹചര്യത്തിൽ കേന്ദ്രത്തിനോട് ഒരു സൗഹൃദ മനോഭാവം യഥാർത്ഥത്തിൽ CPMനുള്ളിൽ നിന്നും തലപൊക്കുന്നുണ്ട് എന്നുള്ളൊരു വാദം കൂടി കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വാദങ്ങളെല്ലാം തന്നെ കോൺഗ്രസിന്റെ ഈ വാദങ്ങളെല്ലാം തന്നെ ഊട്ടിയുറപ്പിക്കാനായിട്ട് കോൺഗ്രസിന് സാധിക്കുമെന്നുള്ളതും ഒരു ഘടകം തന്നെയാണ്. കാരണം പലപ്പോഴായിട്ട് ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടാണെങ്കിലും അല്ലെങ്കിൽ പല വിഷയങ്ങളിലും CPM കേന്ദ്ര സർക്കാരിനോട് കണ്ണടയ്ക്കുന്നുണ്ടെന്ന് സ്ഥാപിക്കുവാനായിട്ട് കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ അതേ സാഹചര്യത്തിൽ കേരളം ആകെ ചർച്ച ചെയ്യുന്ന മറ്റു ചില പ്രധാനപ്പെട്ട ഘടകങ്ങൾ കൂടി CPMന് എതിരായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് കേരളം ഇന്ന് അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. ആ സാമ്പത്തിക പ്രതിസന്ധിക്ക് സംസ്ഥാനം എത്ര ന്യായീകരണങ്ങൾ നിരത്തിയാലും അവിടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കെ അതൊരു പക്ഷേ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്നാണ് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് തന്നെ സാമൂഹ്യക്ഷേമ പെൻഷൻ എന്ന് പറയുന്നതും അതും പെൻഷൻ കുടിശ്ശിക എന്ന് പറയുന്ന
വലിയൊരു യാഥാർത്ഥ്യം മുന്നുള്ളത് കൊണ്ട് അത്തരം ഒരു 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 ഭരണവിരുദ്ധ വികാരം യഥാർത്ഥത്തിൽ ജനങ്ങൾക്കിടയിൽ ഉടലെടുക്കാനുള്ള സാധ്യത ഏറെയാണെന്നുള്ളതും വസ്തുതയാണ്. മറ്റൊരു ഘടകം എന്ന് പറയുന്നത് വിലവർധനവും അതുപോലെ തന്നെ സപ്ലൈകോയിൽ സാധനങ്ങളില്ലാതെ കഷ്ടപ്പെട്ടതുമെല്ലാം തന്നെയാണ്. സപ്ലൈകോയിൽ പലപ്പോഴും സാധനങ്ങൾ വരുന്നു എന്നെല്ലാം തന്നെ പറയുമ്പോഴും അതും വെറും കെട്ടുകഥകളായി അവസാനിക്കുന്ന പോലെ എല്ലാം തന്നെ നീങ്ങിയ അന്തരീക്ഷമുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ വളരെ വലിയ തരത്തിൽ ഒരർത്ഥത്തിൽ ഭരണകൂടത്തെ അല്ലെങ്കിൽ ഭരണപക്ഷത്തെ ബാധിക്കാനുള്ള സാധ്യത ഏറെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായി സിദ്ധാർത്ഥിന്റെ മരണം കൂടിയാണ്. ആ മരണം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വി മുരളീധരൻ ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ വീടിന് മുന്നിൽ ഉപവാസം ഇരുന്നതെല്ലാം തന്നെ യഥാർത്ഥത്തിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഉത്തരം നൽകേണ്ട ഒരു ഘടകമാണ്. വലിയ തരത്തിൽ തിരിച്ചടി നേരിടാനുള്ള സാധ്യതയുള്ള ഘടകങ്ങളാണ്. ഇനി കോൺഗ്രസിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇക്കുറി കേരളത്തിലെമ്പാടും അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ രാജ്യത്തിലുടനീളം തന്നെ ഒരു ന്യൂനപക്ഷ വിരുദ്ധത വന്നിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ന്യൂനപക്ഷ വോട്ടുകളെല്ലാം തന്നെ CPM-ലേക്ക് ഒഴുകാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ ചായ്വ് കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കിടയിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അടൂർ പ്രകാശ് എന്ന് പറയുന്ന MP അദ്ദേഹം കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചൊരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ സേവനങ്ങളിലും പ്രവർത്തികളിലും ഒന്നും തന്നെ വലിയ രീതിയിലുള്ള വികസനം അവിടെ നടന്നിട്ടില്ല, അല്ലെങ്കിൽ ആ കൃത്യമായ രീതിയിൽ ജനങ്ങളിലേക്ക് പ്രവർത്തനങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതും അത്തരത്തിലുള്ള ചില വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ നിലപാടെടുക്കാൻ, അത് ന്യൂനപക്ഷ വിഷയങ്ങളാണെങ്കിലും ശരി എല്ലാ വിഷയങ്ങളിലും കൃത്യമായ നിലപാടെടുക്കാൻ സാധിക്കാതെ പാളിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ തരംഗവും ശബരിമല വിഷയവുമാണ് കോൺഗ്രസിനെ മുന്നോട്ട് നയിച്ചതെങ്കിൽ ഇത്തവണ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകില്ല എന്നുള്ള ഒരു വിശ്വാസം ജനങ്ങളിൽ അടിയുറച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതേ സാഹചര്യത്തിൽ ശബരിമല പോലുള്ള ഒരു വോട്ട് ഭിന്നിക്കാൻ സാധ്യതയുള്ള മറ്റൊരു വിഷയവും ഇവിടെ ഇല്ല എന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. എന്നാൽ അതേസമയം തന്നെ വി മുരളീധരനിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ BJP എന്ന് പറയുന്നത് ഇക്കുറി കേരളത്തെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ BJP വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത്. ഒരു മാറ്റത്തിന്റെ പ്രതീക്ഷയാണ് ജനങ്ങൾക്ക് BJP നൽകുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഘടകം. മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയെടുത്ത ഓളം എന്ന് പറയുന്നത് നിസ്സാരമല്ല. അത് യഥാർത്ഥത്തിൽ BJP പോലും അംഗീകരിച്ചതാണ് ആ ഒരു ഓളം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വി മുരളീധരൻ അവിടെ മത്സരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അത്രയും തന്നെ ഡെഡിക്കേറ്റഡായി നിന്നുകൊണ്ട് അവിടെ താമസിച്ചുകൊണ്ട് പ്രചരണം നടത്തുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പല തവണകളായിട്ട് പ്രധാനമന്ത്രിയുടെ പോലും കേരളത്തിലേക്കുള്ള സന്ദർശനവും ചില നീക്കങ്ങളും മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയലെല്ലാം തന്നെ ആറ്റിങ്ങലിൽ ഒരു പക്ഷേ പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ അവിടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് ഒരു കേന്ദ്രമന്ത്രിയാണ് എന്നുള്ള ഒരു സാധ്യത കൂടി യഥാർത്ഥത്തിൽ BJPക്ക് അവിടെ നൽകുന്നുണ്ട്. ഇനി വി മുരളീധരനാണ് അവിടെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് കഴിഞ്ഞ തവണത്തെ അത്ര വോട്ടുകൾ നേടാൻ സാധിച്ചില്ലെങ്കിൽ അത് BJPയുടെ ഉള്ളിൽ തന്നെ വലിയ തരത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. കാരണം ശോഭാ സുരേന്ദ്രൻ അത്ര വലിയൊരു ഹൈപ്പിൽ എത്തിച്ച ലോക്സഭാ മണ്ഡലമാണ്, അല്ലെങ്കിൽ BJPക്ക് ഏറെ പ്രതീക്ഷ സമ്മാനിച്ച ലോക്സഭാ മണ്ഡലമാണ് ആറ്റിങ്ങൽ എന്ന് പറയുന്നത്. അവിടെ ഇക്കുറി വിജയം പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ലോക്സഭാ മണ്ഡലത്തിൽ അവിടെ കഴിഞ്ഞ തവണത്തെ അത്ര വോട്ടുകൾ നേടാൻ സാധിച്ചില്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ വേഴ്സസ് വി മുരളീധരൻ എന്ന് പറയുന്ന ഒരു ചർച്ചയിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഏറെയാണ്. എന്തു തന്നെയാണെങ്കിലും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള പ്രതീക്ഷകളും അത്രയേറെ ആശങ്കകളും നിലനിൽക്കുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. 3 സ്ഥാനാർത്ഥികളാണെങ്കിലും മൂവരും കരുത്തർ തന്നെയാണ് എന്നുള്ള ഒരു നിലയിലേക്ക് തന്നെയാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം നിൽക്കുന്നത്. പ്രത്യേകിച്ചും കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറെ ത്രികോണ മത്സരത്തിന് സാധ്യതയുള്ള ഒരു മണ്ഡലമായി തന്നെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തെ കാണാവുന്നതാണ്. അടൂർ പ്രകാശിന് അവിടെ സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഒട്ടും പുറകിലല്ല വി ജോയെന്നോ അല്ലെങ്കിൽ ഒട്ടും പുറകിലല്ല വി മുരളീധരൻ എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഘടകം എന്ന് പറയുന്നത്. എന്തു തന്നെയാണെങ്കിലും ജനവിധി ആർക്കൊപ്പമാണെന്നുള്ളത് കണ്ടു തന്നെ അറിയാം.